Dear student, surface area and volume in the chapter extra questions are the question how much ice cream can be put into a cone with a base radius 3.5 cm and height 12 cm. Radius height how much ice cream can be put into a cone. Cone in the volume of cone 1/3 pi r square h. R is 3.5, h equal to 12 cm. Substitute here 1/3 into 22/7 into 3.5 into 3.5 into h എന്ന് പറയുന്നത് 12. അപ്പോൾ ഇത് ക്യാൻസൽ ആയി. ഇവിടെ 0.5 ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 22 into 0.5 എന്ന് പറഞ്ഞാൽ 11 into 2 sorry 11 into 3.5 into 4 എന്ന് പറയുന്നത് 40. അപ്പോൾ 14 into 4 154. അപ്പോൾ 154 centimeter square. Answer 154 centimeter square. The total surface area of a cube is 726 centimeter square. Find the length of its edge. അപ്പോൾ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ഈക്വൽ ടു 6a² ആണ്. ഫോർമുല പഠിച്ചു വെക്കുക. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് 6a² ആണെങ്കിൽ അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. 6a² ഈക്വൽ ടു 726. അപ്പോൾ a² ഈക്വൽ ടു 726/6. അപ്പോൾ ഇവിടെ 1 2 121. a² 121 ആണെങ്കിൽ a എന്ന് പറയുന്നത് √121 ഈക്വൽ ടു 11. അപ്പോൾ എഡ്ജ് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 11 cm. If a wooden box of dimensions 8 meter into 7 meter into 6 meter is to carry boxes of dimension 8 into 7 into 6 centimeter, 8 centimeter into 7 centimeter into 6 centimeter, then find the maximum number of boxes can be carried in the wooden box. അപ്പോൾ number of boxes ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. number of boxes എന്ന് പറയുന്നത് ഇവിടെ volume of wooden box divide by volume of each box. ഓരോ ബോക്സിന്റെ വോളിയം അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത വോളിയം ഓഫ് ഈച്ച് ബോക്സ്. അപ്പോൾ വുഡൻ ബോക്സിന്റെ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് ബോക്സിന്റെ വോളിയം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഉണ്ടാവും എന്നുള്ളത് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് വുഡൻ ബോക്സ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം മീറ്ററിലാണുള്ളത്, ഇത് സെന്റിമീറ്ററിലാണുള്ളത്. അപ്പോൾ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുക. വോളിയം എന്ന് പറയുന്നത് L into B into H ആണ്. അപ്പോൾ 800 centimeter into 700 centimeter into 600 centimeter divide by 8 into 7 into 6. ഇവിടെ നമുക്ക് 8 7 6 എല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ എത്ര വരും? 1 6 0 2 3 4 6 10. Two cubes of edge 6 cm are joined to form a cuboid. Find the total surface area of cuboid. അതായത് 2 ക്യൂബ് അതിന്റെ എഡ്ജ് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താവും? അതായത് ക്യൂബിന്റെ എഡ്ജ് എന്ന് പറയുന്നത് 6 cm ആണ്. അത് 2 ക്യൂബിന്റെ എഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അത് ക്യൂബോയിഡായി മാറുമ്പോൾ അതിന്റെ ലെങ്ത് മാത്രം മാറും. ലെങ്ത് 2 ക്യൂബോയിഡിന്റെയും കൂടി ലെങ്ത് വരും. അതായത് ഒരു ക്യൂബോയിഡിന്റെ 6 മറ്റേ ക്യൂബോയിഡിന്റെ 6 അങ്ങനെ ലെങ്ത് 6 + 6 എന്ന് പറയുന്നത് 12 cm ആവും. ബാക്കി ബ്രെഡ്ത്ത് 6 തന്നെ, എച്ചും 6 cm തന്നെ. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 into LB + BH + HL. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into L എന്ന് പറയുന്നത് 12 into 6 + 6 into 6 + 6 into 12. അപ്പോൾ ഇവിടെ 2 into 72 + 36 + 72. അപ്പോൾ 72 36 10 1 14 15 18 360. അപ്പോൾ 360 cm² ആണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്.
Calculate the edge of the cube if its volume is 1331 സെന്റിമീറ്റർ ക്യൂബ്. അതായത് നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഈക്വൽ ടു 331 സെന്റിമീറ്റർ ക്യൂബാണ്. അതായത് എ ക്യൂബ് ഈക്വൽ ടു 331. നമുക്ക് എ ആണ് കാണേണ്ടത്. എ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1331. ക്യൂബ് റൂട്ട് ഓഫ് 1331 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 1 11 അതായത് ഇവിടെ 11 20 22 1. അപ്പോൾ ഇവിടെ 11 എ എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ. മൂന്നെണ്ണത്തിൽ നിന്ന് അതായത് 3 ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1 എ എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ. അടുത്തത് if in a cylinder radius is doubled and height is halved, then find its curved surface area. അപ്പോൾ curved surface area of cylinder, CSA of cylinder എന്ന് പറയുന്നത് 2 pi r h. അവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് ഡബിൾ ആയി 2r എന്നായി. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹാഫ് h/2. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CSA ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 2r, h എന്ന് പറയുന്നത് h/2. അപ്പോൾ അവിടെ മാറ്റമൊന്നുമില്ല. 2 ക്യാൻസൽ ആയിപ്പോൾ 2 pi r h തന്നെ. Area of two cylinders of the same height are in the ratio 4:5. അതായത് ഹൈറ്റിൽ മാറ്റമില്ല. റേഡിയോന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:5. then find the ratio of their volumes. അപ്പോൾ റേഡിയോ R1/R2 എന്ന് പറയുന്നത് 4/5 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് h തന്നെ. ഹൈറ്റ് സെയിം ഹൈറ്റ് ആണ്. അപ്പോൾ വോളിയത്തിന്റെ റേഷ്യോ V1/V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈ R1² h ഡിവൈഡ് ബൈ പൈ R2² h. h ക്യാൻസൽ ആവും, പൈയും ക്യാൻസൽ ആവും. R1² R2². R1 എന്ന് പറയുന്നത് 4² 5² ദാറ്റ് ഈസ് ഈക്വൽ ടു 16/25. അപ്പോൾ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 16/25. Find the area of the sheet required to make closed cylindrical vessel of height 1 meter and diameter 140 centimeter. ഒന്ന് മീറ്ററിലാണുള്ളത്, ഡയമീറ്റർ 140 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ, ഡയമീറ്റർ എന്ന് പറയുന്നത് 140 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. റേഡിയസ് എന്ന് പറയുന്നത് 140/2. ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പോൾ 70 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 70/100. 70/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 സെന്റിമീറ്റർ. റേഡിയസ് 0.5 സെന്റിമീറ്റർ. നമുക്ക് ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്ക് ആണ് വേണ്ടത്. അപ്പോൾ അതിന്റെ TSE ആണ് കാണേണ്ടത്. TSE ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2 pi r ഇൻറ്റു h പ്ലസ് r. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 0.7 ഇൻറ്റു 1 പ്ലസ് 0.7. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ആവും, 0.1 ആവും. 42 ഇൻറ്റു 22 44. 44 ഇൻറ്റു 0.1 എന്ന് പറയുന്നത് 4.4. 4.4 ഇൻറ്റു 1.7. 1 പ്ലസ് 0.7 എന്ന് പറഞ്ഞാൽ 1.7. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 28 2 34 4 748. രണ്ട് പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുക്കുക. 7.48 മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അത് പോയിന്റ് മീറ്റർ ആയി. അപ്പോൾ ആൻസർ 7.48 മീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ വോളിയം ഓഫ് കോൺ ഓഫ് റേഡിയസ് r/2 ആൻഡ് ഹൈറ്റ് 2h എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 pi r² h. അപ്പൊ അതില് 1/3 ഇൻറ്റു പൈ ഇൻറ്റു r. r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് r/2 എന്നാണുള്ളത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r/2². h എന്ന് പറയുന്നത് 2h ആണ്. ഇൻറ്റു 2h. അപ്പോൾ ഇവിടെ 1/3 ഇൻറ്റു പൈ ഇൻറ്റു r²/4 ഇൻറ്റു 2h. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി. ഇനി അത്രയും ക്യാൻസൽ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് 1/6 pi r² h. അതിൻ്റെ ആൻസർ 1/6 pi r² h. How many balls each of radius 2 cm can be made from a solid sphere of lead of radius 8 cm?
അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ബോൾസ് ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്പിയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഈച്ച് ബോൾ. വോളിയം ഓഫ് ഈച്ച് ബോൾ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. ആർ എന്ന് പറയുന്നത് സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 ഇൻറ്റു പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ക്യാൻസൽ ആയി പോകും. അതുപോലെ വോളിയം ഓഫ് ഈച്ച് ബോളും എന്താണ് സ്പിയറിന്റെ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് തന്നെ. ആർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2 × 2 × 2. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഇതിൽ അതുപോലെ ഇവിടെ 4 വരും, ഇവിടെയും 4 വരും, ഇവിടെയും 4 വരും. അപ്പോൾ 16 × 4 എന്ന് പറയുന്നത് 64. അപ്പോൾ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 64. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. ഇങ്ങനെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്